എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാവിലെ ബാലൻ നടക്കാൻ പോയിട്ട് വരുവാണ്. വന്ന് കഴിയുമ്പത്തിന് കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗോമതിനെ വിളിക്കുക. അപ്പോഴേക്കും ഗോമതി വന്നു. പിന്നെ അല്ലെ മീനാക്ഷി ആകാശം എല്ലാവരും കൂടെ വരുവാണ്. പിന്നീട് ഗോമതിയുടെ നോക്കിയിട്ട് പറഞ്ഞതേ കുറച്ച് പലഹാരങ്ങളാന്ന് പറയാണ്. അത് മീനാക്ഷിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എത്ര ദിവസത്തിന് ശേഷം ബാലേട്ടൻ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കാൻ പോലെ ഒരു സന്തോഷമല്ല വരാൻ പോണെന്ന് ചോദിക്കാം. കുടുംബത്തിൽ ആദ്യത്തെ കല്യാണം അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ധർമ്മം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അളിയ, ആദ്യത്തെ കല്യാണം അല്ലല്ലോ എന്ന് പറയാം. അത് പിന്നെ ദേ നമ്മളെല്ലാരും കൂടെ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധമല്ലേ ഇത്. പോരാത്തന്നെ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ബന്ധമാ. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ വിവാഹമാന്ന്. ഓ അങ്ങനെ. ഇത് കേട്ടപ്പം ഗോമതി അല്ല ബാലേട്ട ആരിനെ വിളിക്കണ്ടേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോഴത്തേനും അങ്ങോട്ട് ആനന്ദ് വന്നു. ആനന്ദ് പറഞ്ഞു, അത് വിളിക്കണം, നമുക്ക് വിളിക്കാന്ന് പറയാണ്. ധർമ്മശേഷി നമുക്കെന്ന് പറഞ്ഞ ആർക്കാ? ദേവിക്കും ആനന്ദിനും കൂടെ ആണെന്ന് നിൽക്കുക. ഒന്ന് പോ മാമ, ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. എപ്പോഴും എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കണേന്ന് ചോദിക്കാം. അതേടാ ഇപ്പൊ നീ ഇതൊക്കെ പറയും, എന്നിട്ടോ എപ്പോഴും നിനക്ക് ഇത് മാത്രമല്ല പറയാനുള്ളതെന്ന് ചോദിക്കും. ബാലൻ പറഞ്ഞു, അവൻ പറയട്ടെ, അവൻ പറയുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ബന്ധമല്ലേ, അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോമതി, അതൊക്കെ ശരി തന്നെ ബാലട്ട, പക്ഷെ അവരെയൊന്നും വിളിക്കണ്ടേ, ആരിനെയും ഇത്രയൊന്നും വിളിക്കണ്ടേന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ദേഷ്യം വന്ന് ബാലൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇവിടുന്ന് മീനാക്ഷി ചോദിച്ചു, അമ്മ എന്തിനാ എപ്പോഴും അവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? അച്ഛൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുക. അല്ല മോളെ, എന്നാലും എന്റെ മകനല്ലേ, എനിക്ക് അവനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അവനില്ലാതെ എനിക്ക് കല്യാണം ആഘോഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. നാളെ പെൺവീട് കാണാൻ പോവല്ലേ, അപ്പൊ പിന്നെ അവനും കൂടെ നമ്മളോടൊപ്പം വേണ്ടേന്ന് ചോദിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനും കൂടെ അതിന് സമ്മതിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉദയഭാനുവിന്റെ വീട്ടില് കുറെ ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ ടേബിളെ കൊണ്ട് നിരത്തി വെച്ചിരിക്കുക. പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു, ഇതൊക്കെ ഇട്ട് നോക്കും മോളെന്ന് പറഞ്ഞാൽ. എന്തിനാ അച്ഛാ ഇതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. നമ്മൾ ഈ ചെയ്യുന്ന ഏറ്റവും വലിയ കള്ളത്തരം കേട്ടോ എന്ന് പറയണം. അങ്ങനൊന്നും പറയല്ല മോളെ, നമ്മളെന്താ കള്ളത്തരം ചെയ്തേ? ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഓരോ ഊടായ്പ ഫാമിലി എന്നൊക്കെ. ഇപ്പൊ അതുപോലെ തന്നെയാ, പറ്റിക്കൽ കുടുംബം എന്നൊക്കെ പറഞ്ഞോടൊക്കെ ഉള്ളൊരു കുടുംബമായി പോയല്ലോ. നേരത്തെ ഇത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ അങ്ങനെ തീർന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനോട് ഞാൻ അതെങ്ങനെ ശരിയാവും മോളെന്ന് ചോദിക്കുക. അല്ലച്ചാ, നമ്മൾ ഒന്നാം തന്നെ തട്ടിപ്പുകാരല്ലേ ഒന്ന് ഓർത്തു നോക്കിയേ. ഇതൊക്കെ കാണിച്ച് ഇമിറ്റേഷൻ ആഭരണങ്ങളെ കാണിച്ച് സ്വർണ്ണമെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കാൻ കൊള്ളാന്ന് ചോദിക്കുക. എടി മോളെ, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുക. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും. അതെ, എന്റെ കല്യാണം, ഞാൻ അല്ലാതെ പിന്നെ ആൾ ടെൻഷൻ അടിക്കാനാ? അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിലോ? അതൊന്നും ആവത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക, ആരും ഒന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. എന്നാലും വെച്ചാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും വല്ലാത്തൊരു പേടി തോന്നുക. എനിക്ക് ഇതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല. അല്ല, നിങ്ങൾക്കുള്ള കാര്യം പറഞ്ഞ് കല്യാണം നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ടതും സേയോട്, നീ എന്താ പറയണെന്ന് ചോദിക്കും. അല്ല, നമ്മുടെ ആ വീട്ടിൽ വെച്ച് നടത്തിയാൽ പോരെ, ഉള്ളതാ കാണിച്ചിട്ട് നടത്തിയാൽ പോരെ. അങ്ങനെ വരുന്ന കല്യാണം കഴിക്കുന്ന ചെറുക്കം മതി എനിക്ക്, അല്ലാതെ ഇതുപോലെ കള്ളത്തരം കാണിച്ചുള്ളത് വേണ്ട. നമ്മൾ ശരിക്കും തട്ടിപ്പുകാരായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. ഇത് കേട്ട പുതിയ ഭാരം പറഞ്ഞു, ഉള്ള വീട്, ആ വീടിന് വാടക കൊടുക്കാനായിട്ട് മനുഷ്യൻ പെടാപ്പാട് പെടുക. അതിന് എത്രയോ വാടക? ഇപ്പൊ തന്നെ കുറെ കുടിശ്ശികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു, അവിടെ വെച്ച് കല്യാണം നടത്താത്തന്നെ. അങ്ങോട്ട് എങ്ങാനും ബാലിനും കുടുംബം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മേലല വീടിന്റെ പടി പോലും കയറത്തില്ലെന്ന് പറയാ. എന്നാലും വെച്ചാ ഇത്രയും വലിയ വീട് വാടകയ്ക്കൊക്കെ എടുത്ത് കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പലിശയ്ക്ക് നീ അച്ഛൻ എത്ര രൂപ വേണേലും വാങ്ങിക്കുമെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ബാലൻ മുറി പോയിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ബാലേട്ടാ, സോറി ഇട്ടോന്ന് പറയണം. എന്തിന്? അല്ല, ഞാൻ അങ്ങനെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. അതൊന്നും സാരമില്ല, പോട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു. ഈ സമയം ബാലൻ പറഞ്ഞു, നിനക്കറിയാലോ, എനിക്ക് സമൂഹത്തിൽ നല്ല വിലയും നിലയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ആരും ഇങ്ങനത്തെ ഒരു പരിപാടി. എനിക്കത് പെട്ടെന്ന് പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമില്ല. എന്നിട്ട് പോലും ഞാൻ അവന്റെ കാലെ കയ്യെ പിടിക്കാൻ ചെന്നല്ലേ അവൻ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കാത്തല്ലേന്ന് ചോദിക്കുക. അത് ശരിയാ ബാലേട്ടാ, പക്ഷെ എന്നാലും അവൻ നമ്മുടെ മോനല്ലേ ബാലേട്ടാ, അവനും ആഗ്രഹം കാണത്തില്ലേ ആനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുക്കണം എന്നുള്ളേ. അതേ വിവാഹത്തിന് വിളിക്കില്ലെന്ന് ആരാ പറഞ്ഞേ? അല്ല ബാലേട്ടാ, നാളെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. കോമതി, ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അത് ചെയ്തോ, വിളിക്കണേ പോയി വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായത്. ബാലേട്ടന് ആരിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവനും കൂടി വരണം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് മീനാക്ഷി പഠിക്കാതിരിക്കുക. മീനാക്ഷിയുടെ മനസ്സിലേക്കും ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭഗവാനെ, ഇതെന്താ അത്? നീ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില.
അവൻ എന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരും കടന്നു വരിക. ആരും നോക്കിയപ്പോഴത്തേനും പുസ്തകമൊക്കെ തുറന്നു വെച്ചിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന മീനാക്ഷിനെ കാണുന്നത്. മീനാക്ഷി വന്ന് വിളിക്കുകയാണ്. മീനാക്ഷിനെ അല്ല, മിത്ര. ഇടയ്ക്ക് മീനാക്ഷി എന്ന് പറഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ മിത്രേനെ വന്ന് വിളിക്കുകയാണ്. നീ എന്താ ഇവിടെ സ്വപ്നം കാണുവാണെന്ന് നീ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞ, അല്ല അത് പിന്നെ ആരെയാ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി IAS പരീക്ഷയ്ക്ക് ഒത്തിരി നാളൊന്നുമില്ല. മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്ക്. വേറെ ചിന്തകളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറയാം. പെട്ടെന്ന് മിത്ര അങ്ങോട്ട് എഴുന്നേറ്റു. അല്ല അത് പിന്നെ ആര്യ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. ആര്യ എന്റെ കാര്യത്തിൽ മാത്രം ആരും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ആരുടെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതിരിക്കുന്നു. ആരും നല്ല ക്ഷീണമുണ്ട്. സ്വന്തം കാര്യം കൂടെ കുറെ ശ്രദ്ധിക്കണമെന്ന് പറയാം. അതെ എന്റെ കാര്യമൊന്നും കുഴപ്പമില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര്യ. ദേ എല്ലാരും എന്നോടാ ചോദിക്കുന്നത്. ആരുടെ വീട്ടുകാരാണല്ലോ എന്റെ വീട്ടുകാരാണെങ്കിലും എന്നോടല്ലേ ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആന്റി ഇത്രയും വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പാടൊന്ന് ഒതുക്കി വെക്കാന്ന് പറയണം. ദേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി. താങ്ങാനായിട്ട് ഞാൻ കൂടെ ഉണ്ടല്ലോ. എന്തേലും ജോലിക്ക് പോയിട്ടാണെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ എനിക്ക് നിന്നെ വല്ല ജോലിക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ. ഇത്ര കുത്തിയിരുത്തി പഠിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടെന്ന് പറയും. എന്ത് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചില്ലേ ഉണ്ടല്ലോ, പിന്നെ പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മിത്രൻ കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആര്യം പറഞ്ഞു, മിത്രേ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം. ഇനി അധികം ദിവസമില്ലെന്ന് ഞാൻ പറഞ്ഞൊക്കെ പറഞ്ഞു. മിത്ര പറഞ്ഞു, ആര്യ എന്തിനാ ഇങ്ങനെ എന്നോട് പറയണേ? എനിക്ക് പഠിക്കാൻ അറിയാം, ഞാൻ പഠിച്ചോളാം. പക്ഷെ എനിക്ക് ആരിനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ മിത്രയുടെ മനസ്സിലും ഇതിനെ കുറിച്ചുള്ള ടെൻഷനും വന്നുകൊണ്ടിരിക്കുക. അവനിവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള അത്. പക്ഷെ ആരിനോട് പറയാനായിട്ട് പറ്റത്തില്ലോ. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ചെന്ന് തുറന്നു പോയി കഴിഞ്ഞപ്പോഴോ ഗോമതി ആകാശും ആനന്ദും അവരെല്ലാരും കൂടെ വന്നിരിക്കുന്നത്. ആഹാ ബാമ എല്ലാരും കയറി വരാൻ പറയണേ. അങ്ങനെ എല്ലാരും കൂടെ വന്നു. അല്ല ഇതെന്താ എല്ലാരും കൂടെ വിശേഷിച്ച്? അത് പിന്നെ ആനന്ദിന്റെ കല്യാണം അല്ലേ മോനെ, നാളെ പെൺവീട് കാണാൻ പോവാ. അപ്പൊ നിന്നെ വിളിക്കാനായിട്ട് വന്നാന്ന് പറയണ. ഇത് കേട്ടതും ആരും എന്നെ വിളിക്കാനോ? ഞാനെന്തിനാ വരുന്നേ? ഓഹോ അപ്പൊ നീ ദേവമംഗലത്തെ കുട്ടിയല്ലേ, അപ്പൊ നീ കല്യാണത്തിന് വരണ്ടേന്ന് ചോദിക്കും. അത് കല്യാണത്തിനല്ലേ മേ, ഇതിപ്പോ പെൺവീട് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അത് നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ പറയണം. ഇത് കേട്ടതും ഗോമതിക്ക് സഹിച്ചില്ല. ഓഹോ അപ്പൊ നീ വരത്തില്ലല്ലേ? അത്രമാത്രം നിനക്ക് ദേഷ്യമല്ലേ കുടുംബത്തോടെന്ന് ചോദിക്കുക. എടാ നിന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഓർത്തോണ്ട് നീ അതിനൊപ്പം തുള്ളാൻ നിൽക്കുവാണോ? നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? മര്യാദയ്ക്ക് വന്നോണം. പറഞ്ഞു കേട്ടല്ലോ. ഇനി എന്തേലും ഒഴിവുകൾ പറഞ്ഞോണ്ടല്ലോ. അല്ലമ്മേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പത്തേനും ഗോമതിക്കൊന്നും സഹിച്ചില്ല. ആ സമയം ഉദയബാലു എന്ത് ചെയ്യാ, ബാലന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ബാലൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതെ എന്തൊക്കെയുണ്ട് ബാല വിശേഷങ്ങൾ? നാളെ നിങ്ങൾ എപ്പോഴത്തേനും എത്തുന്നതെന്ന് ചോദിക്കും. അതെ നാളെ ഞങ്ങൾ രാഹുകാലത്തിന് മുമ്പ് എത്തുമെന്ന് പറയണം. ആ അല്ല അവിടെ ഒരുക്കങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാ സെറ്റപ്പുകളെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടി ബാലൻ ഞാൻ വിളിച്ചതെന്ന് പറയാം. എന്ത് കാര്യം? ഞാൻ എന്റെ മിസ്സീസിന്റെ കൈ കൊടുക്കാന്ന് പറയണം. അങ്ങനെ അവരുടെ കയ്യിൽ ശ്രീകലയിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ശ്രീകല നമസ്കാരമൊക്കെ പറയണം. അത് പിന്നെ ബാല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയും. എന്ത് കാര്യം? അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വന്നു. ശ്രീകല അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ ബാല ഒരു ചടങ്ങുണ്ട്. ഈ പെൺകുട്ടിനെ കാണാൻ വന്നു കഴിയുമ്പോൾ വളയിടുന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ ഒരു ചടങ്ങ് അതൊക്കെ പഴയ ആചാരങ്ങള് അനുഷ്ഠാനങ്ങളൊക്കെയാ. അതൊന്നും വേണ്ടാന്ന് പറയാൻ വേണ്ടിയും വിളിച്ചാന്ന് പറയും. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, വേണ്ടെന്നോ? അതെന്താ അങ്ങനെ? അത് പിന്നെ ഞങ്ങൾ അതങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഗോമതിക്ക് അറിയായിരിക്കും എന്ന് പറയാം. ഞാൻ ഗോമതിയോട് പറയാന്ന് പറയാം. വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ബാല, അങ്ങനെയൊന്നും നടത്തണമെന്ന് പറയാനായിട്ടാ വിളിച്ചതെന്ന് പറയണം. ബാലൻ പറഞ്ഞു, അതല്ലല്ലോ ഒരു മര്യാദ. അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ആ നടത്തുവല്ലേ ചെയ്യണ്ടേ? വളയിടി ചടങ്ങ് അത് നടത്തണമെന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് ബാലൻ കോള് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞോടെ ഉദയഭാന്റെ ഭയങ്കര സന്തോഷമായി. ശ്രീദേവൻ അമ്മ നിങ്ങൾ എന്തൊക്കെ പരിപാടി കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുക. ദേ വളയിടി ചടങ്ങ് അത് മോളെ അല്ലാത്തടത്തും അങ്ങനെയൊക്കെ ഉള്ളാന്ന് പറയണേ. എന്തുള്ളാന്ന്? വളയിടി ചടങ്ങോ? ദേ എനിക്ക് വളയും തലയൊന്നും വേണ്ടെന്ന് പറയാ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്തായാലും ഞാൻ ഇട്ടോളാന്ന് പറയണേ. ഇത് കേട്ടതും ശ്രീവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മ ഇടണ്ട ഞാൻ ഇട്ടോളാന്ന് പറയണേ. പിന്നെ നീ വല്ല വേണമെങ്കിൽ കുപ്പിയോളെ മേടിച്ചിട്, സ്വർണ്ണവളി നീ അങ്ങനെ ഇപ്പൊ ഇടണ്ടെന്ന് പറയണം. ശ്രീദേവിക്ക് ഇതിലൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിനും സമനില തെറ്റുന്ന ഒരു അവസ്ഥയാ തോന്നുന്നത്. എന്തൊരു കഷ്ടമാണ് എൻ്റെ ഈശ്വരന്മാരെ ഇത്. തന്നെ കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുള്ള ഇവർ ചെയ്യുന്നൊരു ചിന്തയൊക്കെ ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ഗോമതി എന്നോട് ആര്യ നീ വരത്തില്ലല്ലേ? എനിക്കറിയാടാ നീ വരത്തില്ലാന്ന്. ഇത് ചിലപ്പോൾ ആര്യം പറഞ്ഞ, അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അഹോ അപ്പൊ നീ എന്റെ മകനല്ലെന്നല്ലേ നീ പറയണേ? നിനക്ക് സ്വന്തം വാശി ഇഷ്ടമൊക്കെ ജയിക്കണം. അച്ഛൻ നിന്റെ കാല് പിടിക്കാൻ വന്നിട്ട് നീ എന്താ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ? നീ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാ നിനക്ക് ഒരു കാര്യം പറഞ്ഞ കാര്യ. നീ വന്നില്ലെങ്കിൽ മേലാ നിന്നോടെയും മിണ്ടത്തില്ലെന്ന് പറയാ. ഇത് കേട്ടാ ആര്യം പറഞ്ഞു, അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ?
എൻഗേജ്മെന്റ് കല്യാണത്തിനൊക്കെ ഞാൻ വന്നോളാം, ആ കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതേടാ അങ്ങനെ തന്നെയാ, ഇനിയിപ്പം ഞാൻ നിന്നെ വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാം എന്നും പറഞ്ഞ് നടക്കുമ്പോഴത്തേനും ആരും ആരും പെട്ടെന്ന് ചോദിച്ചു, അല്ല അമ്മയ്ക്ക് അങ്ങനെ എന്നെ ഇവിടെ ഇട്ടിട്ട് എന്നോട് ദേഷ്യപ്പെട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോന്ന് ചോദിക്കുക. എന്താടാ പോയാല് അന്ന് അമ്മ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയണം. ഓ അതിലിപ്പോ നീയാണോ എനിക്ക് ചെലവ് തരുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എന്നാലും അമ്മയൊന്ന് പോയിക്കേന്ന് പറയണേ. പിന്നീട് ഗോമതി പോകാതെ അവിടെ തന്നെ നിൽക്കുക. എന്താ പോകുന്നില്ലേന്ന് ചോദിക്കുക. പിന്നീട് ഗോമതി അവിടെ നിന്ന് കരഞ്ഞു കഴിയുമ്പത്തിന് എല്ലാവർക്കും സങ്കടമായി. ആര്യം പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. ആകാശ് പറഞ്ഞു, അമ്മ എന്തിനാ കരയണേ, അവന്റെ അവസ്ഥ കൊണ്ടല്ലേ അവൻ പറഞ്ഞത്, അവന് ഇനിയിപ്പം ജോലിയൊക്കെ നാളെ വേണ്ടെന്ന് വെച്ച് വേണം വരാനായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവന് അതിന്റെ സാലറി കുറവുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ടല്ലേ അവന്റെ അവസ്ഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം എനിക്ക് പാരമായിട്ട് വേണം ഞാൻ മിത്രനെ വിട്ടേക്കാന്ന് പറയണം. മിത്രൻ ഞാനോ, ഞാൻ പോകുന്നില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോമതി പറഞ്ഞു, എടാ എന്നാലും അമ്മ ഇവള് വന്നോളൂ, ഇവളെല്ലാത്തിനും കൂടെ നിന്നോളൂ എന്ന് പറയാണ്. അമ്മ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അല്ലടാ ആര്യ, നീയും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് തലേദിവസം ഒന്ന് അടിച്ചു പൊളിക്കായിരുന്നു, എന്നിട്ട് നാളെ രാവിലെ പെൺവീട് കാണാൻ പോയിട്ട് തിരികെ വരായിരുന്നല്ലോ എന്ന് പറയാണ്. അതൊന്നും സാരമില്ല ആനന്ദേട്ടാ, നിങ്ങൾ പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ ഗോമതി എന്ത് ചെയ്യാണ്, സങ്കടത്തോടെ ആരിനെ കെട്ടിപ്പിടിക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരിനില്ലാത്ത ആ ഒരു പെണ്ണ് കാണ ചടങ്ങോ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.